ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. ഞാനിന്ന് പരിചയപ്പെടുത്താൻ പോകുന്നത് മൈക്രോസോഫ്റ്റ് എക്സലിൽ നിന്ന് ടാലിയിലേക്ക് ഏതെങ്കിലും തരത്തിലുള്ള ആപ്ലിക്കേഷനോ അതല്ലെങ്കിൽ കസ്റ്റമൈസേഷനോ ഒന്നും ഇല്ലാതെ തന്നെ ഡാറ്റാസ് ഇമ്പോർട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു രീതിയാണ്. ഈ രീതി ഉപയോഗിച്ച് നിങ്ങൾക്ക് സ്റ്റോക്ക് ഐറ്റംസ്, മാസ്റ്റേഴ്സ്, ട്രാൻസാക്ഷൻസ് എല്ലാം തന്നെ ഇമ്പോർട്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ വീഡിയോയിലേക്ക് പോകാം. അതിനുവേണ്ടി ഞാനൊരു കമ്പനി ഞാനിപ്പോൾ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്, സാമ്പിൾ കമ്പനി ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ഇമ്പോർട്ട് എക്സൽ ടു ടാലി ഡാറ്റ വിത്തൗട്ട് എനി കോഡ് എന്ന് പറഞ്ഞിട്ടൊരു കമ്പനി ജസ്റ്റ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. നമ്മൾ ഫസ്റ്റ് സ്റ്റോക്ക് ഐറ്റമാണ് ഇമ്പോർട്ട് ചെയ്യാനായിട്ട് ഞാൻ ശ്രമിക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മളൊരു സാമ്പിൾ ഒരു മോഡൽ സ്റ്റോക്ക് ഐറ്റം നമ്മൾ ഉണ്ടാക്കണം. ജസ്റ്റ് ഒരു ഐറ്റത്തിൻ്റെ പേര് ഞാൻ ജസ്റ്റ് ടെസ്റ്റ് ഐറ്റം എന്ന് പറഞ്ഞിട്ട് ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഐറ്റത്തിന് ക്രിയേറ്റ് ചെയ്യുമ്പോൾ ഐറ്റത്തിൻ്റെ സ്റ്റാർട്ടിങ്ങിലും എൻഡിങ്ങിലും നമ്മളൊരു അറ്റ് സിമ്പിൾ ഇട്ട് കൊടുക്കണം. അത് എന്തിനാണെന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞു തരാം എന്തിനു വേണ്ടിയിട്ടുള്ളതാണെന്നുള്ളത്. അറ്റ് സിമ്പിൾ നമ്മൾ ഐറ്റത്തിന് മാത്രമല്ല ഗ്രൂപ്പിനും നമുക്ക് എന്തൊക്കെ സ്പെസിഫിക്കേഷൻ, എന്തൊക്കെ വേരിയബിൾ ഡാറ്റ ഉണ്ട് അതിനൊക്കെ നമുക്ക് ഇട്ട് കൊടുക്കാം. ഡാറ്റ എക്സ്എംഎല്ലിൽ നിന്ന് എക്സലിലേക്ക് എടുക്കുമ്പോൾ സെപ്പറേറ്റ് കോളത്തിലേക്ക് കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു രീതി ചെയ്യുന്നത്. സാമ്പിളായിട്ട് ഒരു സ്റ്റോക്കായിട്ട് ഞാനിപ്പോൾ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ഓപ്പണിംഗ് ബാലൻസ് അടക്കം ഞാൻ ക്രിയേറ്റ് ചെയ്തു. എന്നിട്ട് ഈ ഡാറ്റ ഞാൻ ഗ്രൂപ്പ് ഐറ്റം ക്രിയേറ്റ് ചെയ്തു. ഈ ഐറ്റം ഞാൻ എക്സ്പോർട്ട് ചെയ്യാണ് എക്സലിലേക്ക്. എക്സലല്ല, എക്സ്എംഎല്ലിലേക്ക് ഞാൻ എക്സ്പോർട്ട് ചെയ്യാണ്. എക്സ്എംഎല്ലിലേക്ക് എക്സ്പോർട്ട് ചെയ്തു. അപ്പോൾ ടൈപ്പ് ഓഫ് മാസ്റ്റർ എന്നുള്ളടത്ത് സ്റ്റോക്ക് ഐറ്റം കൊടുത്ത് XML ഫോർമാറ്റ് എന്നുള്ള ഇത് സെലക്ട് ചെയ്ത് ഞാൻ എക്സ്പോർട്ട് ചെയ്യാണ് ഡാറ്റ. ഫയൽ സെൻഡ് ചെയ്ത് കഴിയുമ്പോൾ ഫോൾഡർ ഓപ്പൺ ആയി വരും. അതിനകത്ത് ഫയൽ ഉണ്ടാവും. നമ്മൾ എക്സ്പോർട്ട് ചെയ്ത് മാസ്റ്റർ എന്ന് പറഞ്ഞിട്ടൊരു ഫയലാണ്. ആ ഫയല് ഒന്ന് ഓപ്പൺ വിത്ത് ഇപ്പം ഞാൻ ചെയ്യുന്നത് നോട്ട്പാഡ് പ്ലസ് എന്ന് പറയുന്ന ഒരു ആപ്ലിക്കേഷൻ ഞാൻ ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട്. വളരെ സിമ്പിൾ ആപ്ലിക്കേഷനാണ്. അത് നെറ്റിൽ നിന്ന് ഗൂഗിൾ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കിട്ടും. അത് ജസ്റ്റ് ഡൗൺലോഡ് ചെയ്ത് ഇൻസ്റ്റാൾ ചെയ്താൽ മതി. നമുക്ക് നോട്ട്പാഡിന് പകരം ഉപയോഗിക്കാവുന്ന ഒരു നല്ലൊരു ആപ്ലിക്കേഷനാണിത്. ഫയൽ ഓപ്പൺ ആക്കി അതിൽ ഫൈൻഡ് ഉണ്ടാവും. ഫൈൻഡ് എന്നുള്ള ഓപ്ഷൻ എടുത്തിട്ട് കൺട്രോൾ എഫ് അടിച്ച് ഫൈൻഡ് ചെയ്തിട്ട് നമ്മൾ ക്രിയേറ്റ് ചെയ്ത ഐറ്റം ഫൈൻഡ് ചെയ്യുക. അപ്പോൾ ആ ഫൈൻഡ് ചെയ്ത ഐറ്റത്തിൻ്റെ തൊട്ട് മുകളിലായിട്ടുള്ള ഒരു ടാഗ് ഉണ്ട്, ടാലി മെസ്സേജ് എന്ന് പറയുന്ന ടാഗ് ഉണ്ട്. ആ ടാഗ് സ്റ്റാർട്ടിങ് തൊട്ട് ആ ടാഗ് എൻഡ് ചെയ്യുന്നവരെ. ഇത് XML ആണ്. XMLൻ്റെ സ്ട്രക്ചർ അങ്ങനെയാണ്. ഇത് XML പഠിക്കൊന്നും വേണ്ട, ജസ്റ്റ് ആ പോർഷൻ മാത്രം ഒന്ന് കോപ്പി ചെയ്താൽ മതി. അപ്പോൾ അത് കാണാനായിട്ട് റെഡ് കളറിലൊരു ലൈൻ അതിനകത്ത് കാണാം. അതിൻ്റെ സ്റ്റാർട്ടിങ് ടാഗിലും എൻഡിങ് ടാഗിലും എൻഡ് ടാഗ് വരെ ആ ലൈൻ നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ അതൊരു പുതിയൊരു നോട്ട് പാഡ് ഓപ്പൺ ആക്കിയിട്ട് അതിൽ ഞാൻ പേസ്റ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ചെയ്യണ്ടില്ലേ, എന്നിട്ട് സ്റ്റാർട്ടിങ് ടാഗ് തൊട്ട് എൻഡ് ടാഗ് വരെ നമ്മൾ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി ഒരു ലൈൻ വന്ന് നിൽക്കുന്നുണ്ടാവും. കണ്ടില്ലേ, അതിൻ്റെ എൻഡ് ടാഗും ഓട്ടോമാറ്റിക്കലി സെലക്ട് ആവും. അപ്പോൾ ഇതിനകത്താണ് നമ്മുടെ ടാലി ഡാറ്റ, ഈ XML ഡാറ്റ എടുക്കുന്നത്. അപ്പോൾ ഇതിൽ ആദ്യം നമ്മൾ GUID എന്നുള്ള ഓപ്ഷൻ ഞാൻ ഒഴിവാക്കി. അവിടെ ഡാറ്റ നമുക്ക് ആവശ്യമില്ല, ആ ഡാറ്റ ആവശ്യമില്ല. പിന്നെ ബാക്കിയുള്ള സ്ഥലങ്ങളിൽ നമുക്ക് ആവശ്യമായിട്ടുള്ള ഡാറ്റകളിലൊക്കെ ഈ നേരത്തെ ചെയ്ത പോലെ അറ്റ് സിമ്പിൾ നമ്മൾ ഇട്ട് കൊടുക്കുകയാണ്. സ്റ്റാർട്ടിങ്ങിലും എൻഡിങ്ങിലും അറ്റ് സിമ്പിൾ നമ്മൾ ഇട്ട് കൊടുക്കുന്നു. ഐറ്റത്തിൻ്റെ ഓപ്പണിംഗ് ബാലൻസ് ഞാൻ ഇട്ട് കൊടുത്തു. അതേപോലെ നമുക്ക് ഇവിടെ ഗോഡൗണിനും സെപ്പറേറ്റ് ഗോഡൗൺ ഉണ്ടെങ്കിൽ നമുക്ക് ഗോഡൗൺ, അതേമാതിരി ബാച്ച്, എന്തൊക്കെ സ്പെസിഫിക്കേഷൻ ഉള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ മോഡൽ ഡാറ്റ ക്രിയേറ്റ് ചെയ്യുന്ന പോലെ ഇരിക്കും നമ്മുടെ ഡാറ്റ എങ്ങനെയാണ് വേണ്ടതെന്നുള്ളത് നമുക്ക് തന്നെ ഡിസൈൻ ചെയ്യാം. അറ്റ് സിമ്പിൾ ഇട്ട് കൊടുത്ത് ഞാൻ സേവ് ചെയ്തു. അപ്പോൾ ഈ ഒരു പ്രോസസ്സ് കഴിഞ്ഞതിന് ശേഷം അറ്റ് സിമ്പിൾ ഇത് ഈ XML വേറെ ഒന്നും ചെയ്യേണ്ട കാര്യമില്ല. ഈ ഒരു പ്രോസസ്സ് മാത്രമേ ചെയ്യാനുള്ളൂ. അറ്റ് സിമ്പിൾ വെറുതെ ഇട്ട് കൊടുക്കുക. പിന്നെ ഈ ഡാറ്റാസ് ലൈൻ ബൈ ലൈൻ അടിയിലേക്ക് റോ ബൈ റോ ആയിട്ടാണ് ഡാറ്റ എടുക്കുന്നത്. അപ്പോൾ അതിന് നമ്മൾ സെലക്ട് ചെയ്തിട്ട് Ctrl+J എന്നുള്ളൊരു കീ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഒറ്റ ലൈനായിട്ട് മാറും ഈ ഡാറ്റ ഒക്കെ. ഇതാണ് ഇതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം, ഒറ്റ ലൈൻ ഓഫ് ഡാറ്റ എടുക്കുക. കാരണം വെച്ചാൽ നമ്മളിത് എക്സലിലേക്കാണ് ഇത് കോപ്പി ചെയ്യാൻ പോകുന്നത്. എക്സലിലേക്ക് കോപ്പി ചെയ്യുമ്പോൾ നമുക്ക് ഒറ്റ ലൈനായിട്ട് ഡാറ്റ കിട്ടിയാൽ നമുക്ക് വേരിയബിളായിട്ടുള്ള സ്ഥലങ്ങളിൽ നമുക്ക് ഡാറ്റാസ് ഇൻപുട്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ ഞാനിത് ഒരു എക്സലിൽ ഒരു ഷീറ്റിൽ പേസ്റ്റ് ചെയ്യാണ്. ഞാൻ രണ്ടാമത്തെ റോയിലാണ് പേസ്റ്റ് ചെയ്യണത്. കാരണം എന്താണെന്ന് വെച്ചാൽ
അപ്പോൾ എനിക്ക് എൻ്റെ ഹെഡിങ് കൊടുക്കാൻ വേണ്ടിയിട്ട് ഓരോ ഐറ്റത്തിനും ഓരോ ഹെഡിങ് ഞാൻ ചെയ്യുമ്പോൾ നിങ്ങൾക്കത് മനസ്സിലാവും. അപ്പോൾ ഞാൻ ഒറ്റ ലൈനിൽ ഞാൻ മൊത്തം ഡാറ്റ പേസ്റ്റ് ചെയ്തു. ഒരു ടാബ് അടിച്ചപ്പോൾ അത് ഇങ്ങനെ 1 by 1 ആയിട്ട് കാണാൻ പറ്റും. പേസ്റ്റ് ചെയ്തതിന് ശേഷം ഡാറ്റ ടാബിൽ പോയിട്ട് നമ്മൾ ടെക്സ്റ്റ് ടു കോളം എന്നുള്ള ഓപ്ഷൻ എടുക്കുക. ടെക്സ്റ്റ് ടു കോളം അടിക്കുക. ഇവിടെ കണ്ടില്ലേ നമ്മൾ ഈ അറ്റ് സിമ്പിൾ ഇതിന് വേണ്ടിയിട്ടാണ് കൊടുത്തത്. ഇവിടെ അറ്റ് വെച്ചിട്ടാണ് നമ്മൾ സെപ്പറേറ്റ് ചെയ്യുന്നത്. ഈ ഡാറ്റനെ നമ്മൾ സെപ്പറേറ്റ് ചെയ്യുന്നത് അറ്റ് എന്ന് പറയുന്നത് അറ്റ് എന്നുള്ള ആ സിമ്പിൾ ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ഈ ഡാറ്റേനെ സെപ്പറേറ്റ് ചെയ്യുന്നത്. എന്നിട്ട് നമ്മൾ ഹെഡിങ് കൊടുക്കുക. ഐറ്റത്തിൻ്റെ പേര്, ഗ്രൂപ്പ്, 1 by 1 ആയിട്ട് ഓരോ കോളത്തിലേക്ക് വന്നിട്ട് നമുക്ക് ആവശ്യമായിട്ടുള്ള രീതിയിൽ കോളത്തിലേക്ക് എല്ലാ ഡാറ്റാസും വന്നു കഴിഞ്ഞു. അപ്പോൾ നമ്മൾ ഇനി ഹെഡിങ് കൊടുത്താൽ മതി. ഹെഡിങ് കൊടുക്കുക. ഓപ്പണിംഗ് ബാലൻസ്, ഓപ്പണിംഗ് ക്വാണ്ടിറ്റി, ഓപ്പണിംഗ് വാല്യൂ, അതേപോലെ ഓപ്പണിംഗ് റേറ്റ്. പിന്നെ നമ്മൾ ആഡ് ചെയ്തിട്ടുള്ള 2 കാര്യങ്ങളാണ്. ഇതിനകത്ത് കണ്ടില്ലേ ഇവിടെ ഒരു ഐറ്റം നെയിം റിപ്പീറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ജസ്റ്റ് നമ്മളവിടെ അത് റെഫർ ചെയ്താൽ മതി. സിഗൽട്ട് കൊണ്ട് ആ കോളം റെഫർ ചെയ്ത് കഴിഞ്ഞാൽ അവിടെ ചേഞ്ച് ചെയ്യുന്നതിനോടൊപ്പം തന്നെ ബാക്കി സ്ഥലങ്ങളിലും ചേഞ്ച് ആയിക്കോളും. അതേമാതിരി ഗോ ഡൗൺ, ബാച്ച്, പിന്നെ ആ ബാച്ചിൻ്റെ ഡീറ്റെയിൽസ് ഇതേ സെയിം തന്നെ. ഓപ്പണിംഗ് ബാലൻസും ഈ പറഞ്ഞ മാതിരി സിഗൽട്ട് എന്ന് പറഞ്ഞിട്ട് ഓപ്പണിംഗ് ക്വാണ്ടിറ്റി കൊടുക്കുക. അപ്പുറത്ത് വാല്യൂവിൻ്റെ അവിടെയും അവിടെ അങ്ങനെ കൊടുത്താൽ മതി. സിഗൽട്ട് ആ കോളം റെഫർ ചെയ്യുക. റൈറ്റും അതേപോലെ തന്നെ സിഗൽട്ട് റൈറ്റ് കോളം ഓട്ടോമാറ്റിക്കലി. അപ്പോൾ അവിടെ ചേഞ്ച് ചെയ്യുന്നതിനനുസരിച്ച് ഓട്ടോമാറ്റിക്കലി ഈ പറയുന്ന ബാച്ചിൻ്റെ ഉള്ളിലും വാല്യൂസ് മാറിക്കൊള്ളും. അതിനകത്ത് എൻഡ് ഈ കോളംസൊക്കെ എൻഡ് ചെയ്യുന്ന പോർഷൻ ഇവിടെയാണ് എൻഡ് ചെയ്യുന്നത്. ഇവിടെ നമ്മളെന്ന് വെച്ചാൽ ഈ നമ്മൾ സെപ്പറേറ്റ് ചെയ്ത ഫീൽഡുകളൊക്കെ കൂടി കോൺകാൻറ്റിനേറ്റ് ചെയ്യണം. അതിനാണ് ഞാൻ ആ ഫംഗ്ഷൻ ഉപയോഗിച്ചിട്ടുള്ള എക്സലിലുള്ള ഫംഗ്ഷൻ. നിങ്ങൾക്ക് അറിയാമെന്ന് വിചാരിക്കുന്നു. കോൺകാൻറ്റിനേറ്റ് എന്നുള്ള ഫംഗ്ഷൻ ഉപയോഗിച്ചിട്ട് എല്ലാ കോളത്തിനെയും നമ്മൾ വീണ്ടും യോജിപ്പിക്കുകയാണ് ചെയ്യുന്നത്. കോമയിട്ട് നമ്മൾ ഈ പറയുന്ന എല്ലാ കോളത്തിനും നമ്മൾ യോജിപ്പിക്കുന്നു. ഈ ഒരു പ്രോസസ്സ് 1 time ആണ് കേട്ടോ. ഒരു വട്ടം നമ്മൾ ഇത് ഒരു എക്സൽ ഉണ്ടാക്കി വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഈ എക്സൽ മൾട്ടിപ്പിൾ തവണ നമുക്ക് ആവശ്യമുള്ള സമയത്ത് നമുക്ക് ഇമ്പോർട്ട് ചെയ്യാൻ പറ്റും. അങ്ങനെ ഞാൻ സെറ്റ് ചെയ്തു. ഇതിൻ്റെ ഒരു കുറേ ഡ്യൂപ്ലിക്കേറ്റ്സ് ഞാൻ എടുക്കുന്നുണ്ട്, കുറേ കോപ്പീസ് ഞാൻ എടുക്കുന്നുണ്ട്. ഒരു 10-20 എണ്ണം നമുക്ക് ടെസ്റ്റ് അടിച്ച് ചെയ്യാനായിട്ട് 10-20 ലൈൻസ് നമ്മൾ സെറ്റ് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ ആയിട്ട് ഇതിൻ്റെ പേര് ഞാനിപ്പോൾ ABC1, ABC2, ABC3 ആ രീതിയിൽ ഞാനിപ്പോൾ കൊടുക്കുന്നുണ്ട്. നമുക്ക് ടെസ്റ്റ് ഇമ്പോർട്ട് ചെയ്ത് നോക്കാൻ വേണ്ടിയിട്ടാണ് അത് ചെയ്തിട്ടുള്ളത്. അതിനകത്ത് ചെയ്തു. എന്നിട്ട് നമ്മളൊന്ന് റിഫ്രഷ് ചെയ്യണം. കോളത്തിന് ജസ്റ്റ് ഒരു കളർ കൊടുത്ത് നമുക്ക് അറിയാൻ വേണ്ടിയിട്ട്. ഫയൽ കോപ്പി ചെയ്തു. ആ കോൺകാൻറ്റിനേറ്റ് ചെയ്ത കോളം മാത്രം നമ്മൾ കോപ്പി ചെയ്താൽ മതി. കോപ്പി ചെയ്തിട്ട് ന്യൂ ഫയൽ ഉണ്ടാക്കിയിട്ട് പേസ്റ്റ് ചെയ്യണം. ആ XML ഫയൽ നമുക്ക് കിട്ടി. നമുക്ക് ഇമ്പോർട്ട് ചെയ്യാൻ ആവശ്യമായുള്ള XML ഫയൽ നമുക്ക് കിട്ടി. എന്നിട്ട് അതിന് സേവ് ഏസ് കൊടുക്കുക. ഏതെങ്കിലും പേരിൽ നമ്മൾ സേവ് ചെയ്യുക. അപ്പോൾ ഞാനിവിടെ സ്റ്റോക്ക് ഐറ്റം എന്ന് പറയുന്ന പേരിൽ ഈ ഡ്രൈവിലാണ് ഞാൻ സേവ് ചെയ്യാൻ പോകുന്നത്. ഞാൻ സേവ് ചെയ്തു. ഈ ഡ്രൈവിൽ സേവ് ചെയ്തു ഫയൽ. സേവ് ചെയ്തതിന് ശേഷം ഞാനത് ടാലി ഓപ്പൺ ആക്കിയിട്ട് ഇമ്പോർട്ട് ചെയ്ത് നോക്കാം. നമുക്ക് ടാലി ഓപ്പൺ ആക്കി നേരെ ഇമ്പോർട്ട് എന്നുള്ള ഓപ്ഷൻ എടുത്തു. മാസ്റ്റർ എന്നുള്ള ഓപ്ഷൻ സെലക്ട് ചെയ്തു. ഫയൽ പാത്ത് കൊടുത്തു. നമ്മൾ ഏത് ഫയലാണെന്നുള്ളത് മോഡിഫൈ വിത്ത് ന്യൂ ഡാറ്റ നമ്മൾ ഫസ്റ്റ് ടൈം ഇമ്പോർട്ട് ചെയ്യുമ്പോൾ ഓക്കെ. ഇതിനകത്ത് ഒരു എറർ വരുന്നുണ്ട്. ജസ്റ്റ് ഹെൽപ്പിൽ ട്രബിൾ ഷൂട്ടിൽ ഇവൻറ്റ് ലോഗ് അടിച്ച് കഴിഞ്ഞാൽ അറിയാൻ പറ്റും എന്താണ് എറർ എന്നുള്ളത്. ഇതിനകത്ത് എറർ വന്നിട്ടുള്ളത് ഐറ്റത്തിൻ്റെ ഗ്രൂപ്പ് ഇല്ല എന്ന് പറഞ്ഞിട്ടാണ് നമ്മൾ എറർ കാണിക്കുന്നത്. ഐറ്റത്തിൻ്റെ ഈ നമ്മൾ അറ്റ് സിമ്പിൾ ഒഴിവാക്കണം. കാരണം വെച്ചാൽ നമ്മൾ ഓൾറെഡി ഇമ്പോർട്ട് ചെയ്യാൻ ഡെമോ ഉണ്ടാക്കി അറ്റ് സിമ്പിൾ കിടക്കുന്ന കാരണം അത് ഇമ്പോർട്ട് ആവില്ല. കാരണം വെച്ചാൽ നമ്മൾ കോളത്തിൽ സ്പ്ലിറ്റ് ചെയ്ത സമയത്ത് അത് പോയല്ലോ. ഇനി ഇമ്പോർട്ട് ചെയ്ത് നോക്കാം. ഫയൽ ഇമ്പോർട്ട് ആയിട്ടുണ്ട്. ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം നമുക്ക് വന്നിട്ടുണ്ട്. ഫൈൻ. എല്ലാ ഡാറ്റാസും ഇമ്പോർട്ട് ആയിട്ടുണ്ട്. ഉണ്ടല്ലേ ഐറ്റത്തിൻ്റെ പേര്, ഗ്രൂപ്പ്, അതേമാതിരി GST ഡീറ്റെയിൽസ്, ഓപ്പണിംഗ് ബാലൻസ് എല്ലാ കാര്യങ്ങളും ഇമ്പോർട്ടായി.
ഓക്കെ, ഇനി ഒന്നുകൂടി ജസ്റ്റ് ഒന്നുകൂടി ഞാൻ ഇമ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഇമ്പോർട്ട് ചെയ്യുമ്പോൾ ഞാൻ ഈ ഓപ്ഷൻ മാറ്റിയിട്ട് കമ്പൈൻ ഓപ്പണിംഗ് ബാലൻസ് കൊടുത്തു കഴിഞ്ഞാൽ സെയിം ഫയൽ തന്നെ ഇമ്പോർട്ട് ആവും. ഓപ്പണിംഗ് ബാലൻസ് ഡബിൾ ചെയ്തിട്ട് ഇമ്പോർട്ട് ആവും. ഉണ്ടല്ലേ? ഇപ്പം ഇങ്ങനെ ഇമ്പോർട്ട് ചെയ്യുമ്പോൾ പല രീതികളുണ്ട്, അപ്പോൾ അത് നമ്മൾ ശ്രദ്ധിക്കണം. ഓക്കെ, എക്സൽ ഫയൽ ഞാൻ ഒന്നുകൂടി കാണിച്ചു തരാം. ഇതാണ് നമ്മുടെ എക്സൽ ഫയൽ. നമ്മൾ ആവശ്യമുള്ള ഡാറ്റ ഇൻപുട്ട് ചെയ്യേണ്ട ഡാറ്റാസ് മാത്രം നമ്മൾ വേറെ കോളം ആക്കാൻ വേണ്ടിയിട്ടാണ് ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ചെയ്തത്. ഇപ്പോൾ ഞാനിപ്പോൾ ഒരു ഫയൽ ഞാനത് സേവ് ചെയ്യുന്നുണ്ട്. ഡെസ്ക്ടോപ്പിലൊരു സ്ഥലത്ത് ഞാൻ സേവ് ചെയ്യുന്നുണ്ട്. ഞാൻ ഫയൽ ഇങ്ങനെ ഡിസ്ക്രിപ്ഷനിലിടാം. അപ്പോൾ ആവശ്യമുള്ളവർക്കത് സെയിം ഫയൽ ട്രയൽ ചെയ്ത് നോക്കാം. ഓക്കെ, ഈ ഫയലിനകത്ത് നമുക്കൊന്ന് കളറൊക്കെ കൊടുത്തൊന്ന് ഭംഗിയാക്കാം. ഇൻപുട്ട് ചെയ്യുന്ന കോളംസ് ഞാനൊന്ന് കളർ ചെയ്ത് ഒന്ന് സെറ്റാക്കാം. ഈ ഒരു കളർ കൊടുക്കുന്നുണ്ട്. ഐറ്റം നെയിം, ഐറ്റം ഗ്രൂപ്പ്, യൂണിറ്റ് ഓഫ് മെഷർ. ഓക്കെ, ഇത്രയും കോളംസ് ആണുള്ളത്. ഗോ ഡൗൺ ബാച്ച്. ഫൈൻ, ഇത്രയേ ഉള്ളൂ. ഇത്രയും കോളംസാണ് ഞാനിപ്പോൾ ഇമ്പോർട്ട് ചെയ്ത്. നിങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള ഡാറ്റാസ് നമുക്ക് GST ഡീറ്റെയിൽസ്, HSN കോഡ്, അങ്ങനെ കോളംസ് ആവശ്യമുണ്ടെങ്കിൽ ഇതേ രീതിയിൽ തന്നെ സെപ്പറേറ്റ് ചെയ്ത് കോളത്തിലിട്ടിട്ട് നമുക്ക് XML ക്രിയേറ്റ് ചെയ്ത സമയത്ത് സിമ്പിൾ വെച്ച് സെപ്പറേറ്റ് ചെയ്തിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും. അപ്പം നമുക്ക് ആവശ്യമുള്ള XML ഫയൽ എക്സലിനെ നമ്മൾ ഇതേപോലെ കൺവേർട്ട് ചെയ്തെടുക്കാം നമുക്ക്. ഇതിപ്പോൾ ഞാൻ സ്റ്റോക്കായിട്ടാണ് ചെയ്തത്. ഇനി അതേപോലെ ലെഡ്ജർ, ഐറ്റം ഗ്രൂപ്പ്, മാസ്റ്ററും, അങ്ങനെ എല്ലാം നമുക്ക് ഇതേപോലെ തന്നെ ചെയ്യാൻ പറ്റും. എൻ്റെ വീഡിയോസ് ഞാൻ വേറെ ചെയ്യുന്നതായിരിക്കും. ഓക്കെ, ഇതാണ് ഇതിൻ്റെ ഒരു കൺസെപ്റ്റ്. ഈ ഒരു കോളം മാത്രം നമുക്ക് കോപ്പി ചെയ്താൽ മതി. ഈ ഡാറ്റ മൊത്തം ഫയൽ കോപ്പി ചെയ്യേണ്ട. കോൺകാറ്റിനേറ്റ് ചെയ്ത ആ കോളം മാത്രം നമ്മൾ ടെക്സ്റ്റ് ഫയലായിട്ട്, മീൻസ് XML ഫയലായിട്ട് സേവ് ചെയ്യാം. എന്നിട്ട് ഇമ്പോർട്ട് ചെയ്ത് നോക്കാം. അപ്പോൾ ഞാനിപ്പോൾ ഒന്നുകൂടി ഇമ്പോർട്ട് ചെയ്യാം. ഐറ്റത്തിൻ്റെ പേര് മാറ്റി കൊടുത്തിട്ടുണ്ട്. ഒന്നുകൂടി ഇമ്പോർട്ട് ചെയ്ത് നോക്കാം. സ്റ്റോക്ക് സമ്മറി പോയി നോക്കി കഴിഞ്ഞാൽ ഇമ്പോർട്ട് ആയിട്ടുണ്ട്. വളരെ ഫാസ്റ്റ് ആയിട്ടുള്ള ഇമ്പോർട്ടിങ് രീതിയാണിത്. XML വഴിയാണ് ഇമ്പോർട്ട് ചെയ്യുന്നത്. അതുകൊണ്ട് ഒരു ഹ്യൂജ് എമൗണ്ട് 1000, 2000, 3000 ഡാറ്റാസൊക്കെ വിത്തിൻ സെക്കൻഡ്സിൻ്റെ ഉള്ളിൽ തന്നെ നമുക്ക് ഇമ്പോർട്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇതുപോലുള്ള വീഡിയോകളുമായി ഇനിയും കാണാം. താങ്ക് യു.